നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 6ാം ചാപ്റ്റർ ആയ സിമിലർ ട്രയാങ്കിൾസ് ആയ. നമ്മൾ എപ്പോഴാണ് സിമിലർ ട്രയാങ്കിൾസിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? സൈഡ്സ് ആൻഡ് ആംഗിൾ, ആംഗിൾ ആൻഡ് സൈഡ്സ് ഒക്കെ പഠിച്ചിരുന്നു. എന്തായിരുന്നു അല്ലെ? എല്ലാ രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് അറിയാമെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരുന്നു. അതേപോലെ രണ്ട് ട്രയാങ്കിളിന്റെ ഒരേ സ്കെയിൽഡ് ഫാക്ടർ ഉണ്ടെങ്കിൽ സിമിലർ എന്ന് പറഞ്ഞു. നമ്മളത് മൂന്നാമത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത്, തേർഡ് വേ പറയാൻ പോകുന്നത്. അതിന് മുന്നോടി നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു, അതൊന്ന് പൊടി തട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് തേർഡ് മെത്തേഡ് പഠിക്കാൻ പോവാം. അപ്പൊ എന്റെ കയ്യിൽ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാൻ നോക്കുകയാണ്. ഇവിടെ 80 ഉണ്ട്, ഇവിടെ 80 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്, ഇവിടെ 60. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സിമിലർ ആണെന്ന് പറയാൻ പറ്റി. അതിനോടൊപ്പം ഇവിടെ 2 ആണ്, ഇവിടെ നേരെ എത്രയായി മാറിയിട്ടുണ്ട്? 6 ആയിട്ടുണ്ട്. 8ന്റെ ഓപ്പോസിറ്റ് 8 ആണ്, അവിടെ എത്രയായി? 24 ആണ്. 16 ഓപ്പോസിറ്റ് 4 ആണ്, 16 ഓപ്പോസിറ്റ് 12. ഇവിടെ എത്രയാണ് സ്കെയിൽഡ് വരുന്നത്? സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് വരുന്നത്. കാരണം എന്താ? 2 6 ആയി, അതേപോലെ 8 എന്തായി? ഇവിടെ 24 ആയി, 4 എന്തായി? 12 ആയി. അപ്പൊ സ്കെയിൽഡ് ഫാക്ടർ ഇവിടെ നിന്നാണ് എത്രയാണ്? 3 ആണ്. ഇനി നമ്മൾ അടുത്ത മെത്തേഡ് പഠിച്ച എന്തായിരുന്നു? ഫുൾ സെന്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്കെയിൽഡ് ഫാക്ടർ മാത്രം നോക്കിയാൽ മതി. 2 ഇവിടെ എത്രയാണ്? 6 ആണ്, 4 എത്രയാണ് അല്ലെ? 12 ആണ്, 8 എത്രയാണ്? 24. ഇവിടെ സ്കെയിൽ ഫാക്ടർ എത്രയാണ്? 3 ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും എന്തായി മാറി? സിമിലർ ആയി മാറി. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പോവാൻ പോകണം. എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് വാട്ട് ഷുഡ് സ്കെയിൽ ഇറ്റ് ഡൗൺ ദി ഫാക്ടർ 3/4 വിത്തൗട്ട് ആൾട്ടർനേറ്റിംഗ് ദി ആംഗിൾ. അപ്പൊ ഈ ആംഗിൾസ് ഒന്നും മാറ്റാൻ പാടില്ല. 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അതിനെ സ്കെയിൽ ചെയ്യണം. ഫാക്ടർ എത്ര മട്? 3/4 ചെയ്യണം. ഒരിക്കൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിരുന്നു, ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഒരു കോട്ലാറ്ററൽ തന്നിട്ട് അതിനെ 1/4 സ്കെയിൽ ചെയ്തിട്ട് ഒരു പുതിയ റെക്ടാങ്കിൾ അല്ലെങ്കിൽ 1/4 വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞിരുന്നു അല്ലെ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ വളരെ ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഈ ഓരോ സൈഡിനെയും 3/1/4 കൊണ്ട് എന്ത് ചെയ്യുക? സ്കെയിൽ ചെയ്തിട്ട് ഒരു പുതിയ ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 4 നിന്ന് മാറ്റി നോക്കുകയാണ്. 4 into 3/4 എന്ന് പറഞ്ഞാൽ 4 into 3 എത്രയാണ്? 12 divided by 4. എത്രയാണ്? 12 divided by 4 എത്രയാണ്? 3 ആണ്. അതേപോലെ 6 into 3/4 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 18 divided by 4. നമുക്കൊന്ന് ഡിവിഷൻ നടത്തി നോക്കാം. 18 എന്ത് ചെയ്തു? 4 കൊണ്ട് അല്ലെ? 6 കൊടുത്തു കഴിഞ്ഞാൽ 24 ആണ്. അപ്പൊ ഒരു 4 കൊടുത്താൽ 16 ആണ്. 4 into 4 ആണ് 16. സബ്ട്രാക്ട് 2 ആണ്, പോയിന്റ് എടുത്ത് 5. അപ്പൊ 4.5 ആണ് ആര് വരുന്നത്? ഇതിന്റെ ആൻസർ. അതൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വരും. അപ്പൊ ഇമ്പോർട്ടൻസ് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് വരക്കാന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഈ രണ്ട് ട്രയാങ്കിളും എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്? സിമിലർ ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? സിമിലർ എന്ന് പറയും. പിന്നെ എല്ലാ സൈഡുകളും ഉണ്ടെങ്കിൽ അല്ല സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്തായി പറയും? സിമിലർ ആണെന്ന് പറയും. ഇവിടെ 4 എന്തായി? 3 ആയി. 6 എന്തായി? 4.5. പക്ഷെ ഈ സൈഡ് നമുക്ക് അറിയില്ല അല്ലെ? ഈ സൈഡിനെ പറ്റി നോ ഐഡിയ. അപ്പൊ ഈ ട്രയാങ്കിൾ അല്ലെ, ഈ ട്രയാങ്കിളെ പറ്റി പിന്നെ ഒരു ഒറ്റ മാർഗമുള്ളൂ, ഇത് രണ്ട് ബിറ്റ്വീൻ വരുന്ന ആംഗിൾ 30 ആണെന്ന് അറിയാം. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു, ഈ ട്രയാങ്കിൾ ഇവിടെ കൊണ്ടുപോയി വെച്ച് നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ഇത് കൊണ്ടുപോയി കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം 30 ആംഗിൾ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു ഈ ആംഗിൾസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ വരുന്നുണ്ടോ നോക്കുക അല്ലെ? എത്ര പാർട്ടായിട്ടാണ് റേഷ്യോ ഒക്കെ വരുന്നത് നോക്കുക. ഈ ആദ്യത്തെ ട്രയാങ്കിളിൽ നമ്മൾ സ്മോൾ ട്രയാങ്കിൾ 3 ആണ്. അപ്പൊ 3:4 എന്ന റേഷ്യോയിലാണ് ഇവിടെ കട്ട് ചെയ്തത്. അതേപോലെ ഇവിടെ കട്ട് ചെയ്യുന്നത് നോക്കുക, 4:4.5:6 ആണ്. നമുക്കറിയാം റേഷ്യോ 4 അഥവാ ഡെസിമൽ പോയിന്റ്സോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസോ ഒന്നും നമ്മൾ നിർത്താറില്ല. ഈ 4.5 നമുക്ക് എങ്ങനെ മാറ്റാം? 9/2 ആക്കി മാറ്റിയത്. അപ്പൊ ഇത് എന്തായി? ഫ്രാക്ഷൻ ടൈപ്പാണ്. മറ്റൊരു ഡെസിമൽ ടൈപ്പ് ആയിരുന്നു, അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റി. ഇനി ഫ്രാക്ഷൻ സാധാരണ നോർമലിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്റർ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? 9 into 6 into 2 എത്രയായി? 12 ആയി. ഈ 9 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 into 3. 12 എങ്ങനെ മാറ്റി എഴുതാം? 4 into 3. കട്ട് ചെയ്ത് എത്രയായി? 3:4. അപ്പൊ ഇവിടെയും എന്താ വരുന്നത്? റേഷ്യോ 3:4. അപ്പൊ മുകളിലത്തെ റേഷ്യോവും താഴത്തെ റേഷ്യോവും എന്താണ്? സെയിം ആണ്.
പിന്നെ ഇനി ബിറ്റ്വീൻ വരുന്ന ആംഗിളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും എന്തായി മാറി? സിമിലർ ആയി. അപ്പൊ എന്താ പറഞ്ഞത്? മൂന്നാമത്തെ കണ്ടീഷൻ ആണ് പറഞ്ഞത്. ഈ സൈഡുകൾ തമ്മിൽ ഒരേ റേഷ്യോയിലാവുകയും, അല്ലെ, ഇവിടുത്തെ അതേ റേഷ്യോയിലാണ് വന്നത്. അല്ലെങ്കിൽ റേഷ്യോ മാറി എന്ന് നമുക്ക് എന്തുകൂടി പറയാൻ പറ്റി? ഇതിന്റെ സ്കെയിൽ ഫാക്ടർ ആണെങ്കിൽ, ഇവിടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? 3/4 ആണ്. പിന്നെ അതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിളും അറിയാമെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും എന്തായി മാറും? സിമിലർ ആയി മാറും. അപ്പൊ ഈ റിമൈനിങ് പോർഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. 4 - 1 എത്രയാണ്? 4 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 6 - 4.5 സബ്ട്രാക്ട് എത്രയായി? 1.5 ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ. അപ്പൊ എന്താണ് നമ്മുടെ റിസൾട്ട് പഠിച്ചത്? അല്ലെ, രണ്ട് ട്രയാങ്കിളിന്റെയും അല്ലെ റേഷ്യോ എന്താണ്, അല്ലെങ്കിൽ സ്കെയിൽഡ് ഫാക്ടർ സെയിം ആണെങ്കിൽ, അതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിളും സെയിം ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും എന്തായി മാറും? സിമിലർ ആണ്. നമുക്ക് റിസൾട്ട് പറയാലോ. എന്താണ്? ഇൻ എ ട്രയാങ്കിൾ ഓഫ് ടു സൈഡ്സ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം സെയിം, ദി തേർഡ് സൈഡ് ആൾസോ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പൊ നമ്മൾ സിമിലർ ആണെങ്കിൽ ഇപ്പൊ 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ? ഫോർ ടു ട്രയാങ്കിൾസ് ആർ ടു ബി സിമിലർ, ദേ ഹാവ് ദി റിലേറ്റഡ് ഇൻ വൺ ഓഫ് ദി ഫോളോയിങ് വേ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഹാവിങ് സെയിം ആംഗിൾസ്, 3 ആംഗിൾസും ഈക്വൽ ആയാൽ മതി, അല്ലെ? അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്താണ്? ഹാവിങ് സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ, അല്ലെ? സെയിം സ്കെയിൽ ഫാക്ടർ ആയിരുന്നു, അതുകൊണ്ട് എന്തായിരുന്നു? അത് സിമിലർ ആണ്. നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞു. തേർഡ് കണ്ടീഷൻ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? ഹാവിങ് ടു സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും എന്താണ്? ഇതൊരു സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സിമിലറിന്റെ 3 കണ്ടീഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? ദ പിക്ചർ shows two circles of the same center and the two triangles formed by join the center up to the point of intersection of the circle with the two radii of the large circle. Prove that the triangles are similar. അപ്പൊ ഒരു സ്മോൾ സർക്കിൾ ഉണ്ട്, ഒരു ലാർജ് സർക്കിളും, അല്ലെ? അതിന് ഇവിടുന്ന് ഇങ്ങോട്ട് എന്താണ് ഒരു വര വരച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാർജ് ട്രയാങ്കിളും ഉണ്ട്, സ്മോൾ ട്രയാങ്കിളും ഉണ്ട്. അപ്പൊ ഈ ഫിഗർ ഞങ്ങൾക്ക് മാറ്റി വെച്ചു. ഇതിന്റെ പേര് കൊടുത്തു. OAB എന്നും PQ എന്നും കൊടുത്തു. ഇവിടെ നോക്കുക, AOB എന്നൊരു സ്മോൾ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ POQ എന്നൊരു ലാർജ് ട്രയാങ്കിളും ഫോം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. AOB എന്ന ട്രയാങ്കിളും POQ എന്ന ട്രയാങ്കിളും എന്ത് ചെയ്യാം? നമ്മൾ കൺസിഡർ ചെയ്യും. ആ രണ്ട് ട്രയാങ്കിളും എന്ത് ചെയ്താൽ മതി? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം OAയും OBയും തമ്മിൽ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഒരു ഈ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടാണ് OAയും OBയും. അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ കാരണം എന്താ? റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. അതേപോലെ ഈ ലാർജ് സർക്കിളിന്റെ റേഡിയസ് അല്ലേ OPയും OQയും വരുന്നത്? അവ തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ OP = OQ. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ രണ്ട് ട്രയാംഗിളും കോമൺ ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? അല്ലെ, ഇതും ഒരു സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ആംഗിളും അല്ലെ സ്കെയിൽ ഫാക്ടറും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾ എന്തായി മാറി? സിമിലർ ആയി മാറി. ഞാൻ ചെറുതായി അഡീഷണൽ ആയി ചേർക്കാൻ പോവാണ്. ഈ OP നിന്ന് OA സബ്ട്രാക്ട് ചെയ്താൽ അത് ആരുമായിട്ട് ഈക്വൽ ആണ്? OQ നിന്ന് OBയുമായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് ഏതിലും കുഴപ്പമില്ല. OP നിന്ന് OA സബ്ട്രാക്ട് ചെയ്യുന്നതും OQ നിന്ന് OB സബ്ട്രാക്ട് ചെയ്യുന്നതും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ OP നിന്ന് OA സബ്ട്രാക്ട് ചെയ്താൽ ആരെ ലെങ്ത് കിട്ടുള്ളൂ? ഈ ലെങ്ത് കിട്ടുക, AP എന്ന ലെങ്ത്. അതേപോലെ OQ നിന്ന് OB സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെങ്ത്തും കിട്ടും. എന്ന് പറഞ്ഞാൽ AP = PQ.
ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആണെന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ പി ഒ ക്യൂവും എന്തായി മാറി? സിമിലർ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. പേജ് നമ്പർ 117 to 118 അല്ലെ, പേജ് നമ്പർ 117 to 118. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പ്രൂവ് ദാറ്റ് if the perpendicular sides of a two right triangles are scaled by the same factor, then the hypotenuse also scaled by the same factor. എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഒന്നല്ല രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ അല്ലെ അതർ ടു സൈഡ്സ് എന്താണ്? സ്കെയിൽഡ് സെയിം ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. ഇത് എത്രയാണോ ഫാക്ടർ ചെയ്ത് അതേ സെയിം ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസും എന്തായിരിക്കണം? സെയിം ഫാക്ടർ ആയിരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണെങ്കിൽ അതേപോലെ ഈ ഹൈപ്പോട്ടിന്യൂസിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ ജനറലി പ്രൂവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾ ഞാൻ പേര് കൊടുത്തു എ ബി സി. ഇതിനെ പി ക്യു ആർ എന്നും പേര് കൊടുത്തു. ഞാൻ ഈ പിന്നെന്താ പറഞ്ഞ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞത്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എ ബിയും ബി സി ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈ ട്രയാങ്കിളിന്റെ. ഈ ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ പി ക്യൂവും ക്യു ആറും ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി ആണ്, അതേപോലെ പി ആർ. അപ്പൊ ബേസിന് ഞാൻ എന്ത് കൊടുത്തു? എ സെന്റിമീറ്റർ. അടുത്ത പെർപെൻഡിക്കുലർ സൈഡ്, ഇതൊരു പെർപെൻഡിക്കുലർ സൈഡ് ആണ്, ആ വേറൊരു പെർപെൻഡിക്കുലർ സൈഡിൽ എ ബി ആണ്, അതിനെന്ത് കൊടുത്തു? ബി കൊടുത്തു. അപ്പൊ ഇതിനെ സ്കെയിൽഡ് ഫാക്ടർ ചെയ്തിട്ടുണ്ട്. സെയിം ഫാക്ടർ ആണ് ഇതിന്റെയും സ്കെയിൽഡ് ഫാക്ടർ ആണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ ആ സ്കെയിൽഡ് ഫാക്ടർ ഞാൻ എത്രയെന്ന് അറിയില്ല, ജനറലി നമ്മൾ പറയുന്ന പേര് കെ എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ ലെങ്ത് ആണോ കെ എ സെന്റിമീറ്റർ ആയി മാറി. കെ എന്ന് പറഞ്ഞാൽ സ്കെയിൽഡ് ആണ്, ഓർത്ത് വെക്കുക. പി ക്യു നമ്മുടെ ബി ആണ്, അപ്പൊ അതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കെ ബി സെന്റിമീറ്റർ ആണ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ എ സി എന്ന ഹൈപ്പോട്ടിന്യൂസ് ലെങ്ത് കണ്ടുപിടിക്കുക, പി ആറിന്റെ ലെങ്ത്തും കണ്ടുപിടിക്കുക. അതെന്താ? ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതിന്റെ ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അതിനുവേണ്ടി ഈ റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് മാറ്റി വരച്ചു. ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് അല്ലെ, നമുക്കറിയാം പൈതഗോറസ് തിയറം അറിയാം. നമുക്ക് എ സി ആണ് ഇവിടെ ഹൈപ്പോട്ടിന്യൂസ്. ബേസ് എന്ന് പറഞ്ഞാൽ ബി സി. പെർപെൻഡിക്കുലർ സൈഡ് ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി ആണ്. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ, ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ, പിന്നെ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ. ബി സി എന്ന് പറഞ്ഞാൽ എ ആണ്, എ സ്ക്വയർ. എ ബി എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ ആണ്. അപ്പൊ എ സി ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയി. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ആരാണ്? പി ക്യു ആർ എന്നൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് ആരാണ്? പി ആർ. ക്യു ആർ ആണ് ആര് ബേസ് ചെയ്യുന്നത്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പി ക്യു. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? പി ആർ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരുന്നു? ബേസ് സ്ക്വയർ ക്യു ആർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് പി ക്യു സ്ക്വയർ. ക്യു ആർ എന്ന് പറഞ്ഞാൽ കെ എ ആണ്. അപ്പൊ കെക്കും സ്ക്വയർ ബാധകമാണ്, എക്കും സ്ക്വയർ ബാധകമാണ്. അതുകൊണ്ട് അവിടെ ബ്രാക്കറ്റ് ഇട്ടു. പി ക്യു എന്ന് പറഞ്ഞാൽ കെ ബി ആണ്. അപ്പൊ കെക്കും ബാധകമാണ്, ബിക്കും ബാധകമാണ്. അപ്പൊ കെ ബി സ്ക്വയർ. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോ കെ സ്ക്വയർ എ സ്ക്വയർ, കെക്ക് സ്ക്വയർ കൊടുക്കണം, എക്കും സ്ക്വയർ കൊടുക്കണം. ഇവിടെ കെക്കും സ്ക്വയർ കൊടുക്കണം, ബിക്കും സ്ക്വയർ കൊടുക്കണം. ഇപ്പൊ രണ്ട് സൈഡിലും കെ ഉണ്ട്. അപ്പൊ കെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരേ ഉള്ളൂ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്ന് പറഞ്ഞാൽ പി ആർ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കെക്ക് റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? വെറും കെ ആയി. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നേരത്തെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു. ഇവിടെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടണം എന്ന് പറഞ്ഞിരുന്നു? കെ കിട്ടണം എന്നാണ്. കിട്ടിയല്ലോ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഹൈപ്പോട്ടിന്യൂസും എന്താണ്? സ്കെയിൽഡ് ഫാക്ടർ ആണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? ദാറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ദി ഹൈപ്പോട്ടിന്യൂസ് ആർ ആൾസോ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി.
ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? Prove that if any two sides of a two right triangle are scaled by the same factor and third side also scaled by the same factor. ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് എന്ത് ചെയ്യാൻ മതി? വാല്യൂ കൊടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ബേസിക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡിനോ എന്ത് കൊടുക്കുക, വാല്യൂ ഒഴിവാക്കിയിട്ടും കൊടുക്കാം. അപ്പൊ ഞാൻ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ സെലക്ട് ചെയ്യും. നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ പേര് കൊടുത്തു ABC എന്നും, ഇവിടെ റൈറ്റ് ട്രയാങ്കിളിന്റെ PQR കൊടുത്തു. ഈ ഹൈപ്പോട്ടിന്യൂസ് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്? A സെന്റിമീറ്റർ കൊടുക്കുക. ഇവിടെ ആൾട്ടിറ്റ്യൂഡിനാണ് B എന്ന് പേര്. അപ്പൊ ഇതിന് സെയിം സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് A എന്തായി മാറി? എന്താവും? KA ആയി മാറും. PQ എന്തായി മാറും? KB ആയി മാറും. ഇനി എന്ത് കണ്ടെത്തിയാൽ മതി? BCയുടെ ലെങ്ത് QR ലെങ്ത് നോക്കുക. BCയുടെ K മൾട്ടിപ്പിൾ ആയിരിക്കണം ആര് വരുന്നത്? QR കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ. അതുകൊണ്ട് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ മാറ്റി വരച്ചു. അപ്പൊ ട്രയാങ്കിൾ ABC നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? AC ആണ്. വീണ്ടും പഴയ റിസൾട്ട് ഉപയോഗിക്കാം. AC സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ BC സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ AB സ്ക്വയർ. നമുക്കിവിടെ BCനെ പറ്റി അറിയില്ല. BCനെ അവിടെ നിർത്തി. അപ്പൊ അതിനകത്ത് AC അടുത്തേക്ക് ആര് കൊണ്ടുവന്നു? ABനെ കൊണ്ട്. അപ്പൊ മൈനസ് AB സ്ക്വയർ ആയി. അപ്പൊ AC എന്ന് പറഞ്ഞ എത്രയാണ്? A ആണ്. അപ്പൊ A സ്ക്വയർ മൈനസ് AB എന്ന് പറഞ്ഞാൽ B സ്ക്വയർ. അപ്പൊ BC ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ. അപ്പൊ BCയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന രീതിയിലേക്ക് വന്നു. ഇനി അടുത്ത ട്രയാങ്കിൾ എടുത്തു. ഏതാണ് റൈറ്റ് ട്രയാങ്കിൾ? ആരാണ്? അല്ലെ PQR എന്ന റൈറ്റ് ട്രയാങ്കിൾ. അത് ട്രയാങ്കിൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? PR. QR എന്ന് പറഞ്ഞാൽ ബേസ്. PQ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും ഉപയോഗിക്കാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആരൊക്കെയാണ്? PR സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ QR സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് PQ സ്ക്വയർ. അപ്പൊ QR നമുക്ക് അറിയില്ല. അപ്പൊ QR സ്ക്വയർ ഈക്വൽ ടു PR അടുത്തേക്ക് ആര് കൊണ്ടുപോവുക? PQവിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. PR എന്ന് പറഞ്ഞാൽ എത്രയാണ്? KA ഹോൾ സ്ക്വയർ മൈനസ് PQ എന്ന് പറഞ്ഞാൽ KB ഹോൾ സ്ക്വയർ. KA Kക്കും സ്ക്വയർ വാതകമാണ്, Aക്കും സ്ക്വയർ വാതകമാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പൊ K സ്ക്വയർ A സ്ക്വയർ മൈനസ് K സ്ക്വയർ B സ്ക്വയർ. കോമൺ ആയിട്ട് ആരുണ്ട്? K സ്ക്വയർ. അപ്പൊ എന്താവും? A സ്ക്വയർ മൈനസ് B സ്ക്വയർ. അപ്പൊ എന്നിട്ട് ഈ QR ഈക്വൽ ടു റൂട്ട് ഓഫ് K സ്ക്വയർ ഇൻറ്റു A സ്ക്വയർ മൈനസ് B സ്ക്വയർ. റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? K ഇൻറ്റു റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ. അപ്പൊ നേരത്തെ നമുക്ക് കിട്ടിയിരുന്നത് A സ്ക്വയർ മൈനസ് B സ്ക്വയർ ആയി. അപ്പൊ അതിനെ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് എന്തായി? സെയിം ഫാക്ടർ കൊണ്ട് തന്നെയാണ് നമുക്ക് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് പറയാൻ കൺക്ലൂഷൻ? ദാറ്റ് ഈസ് the change of the third side is also on the same scale ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ഞാൻ അടുത്തൊക്കെ തെളിയിക്കാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് മാർക്ക് എ പോയിന്റ് ഇൻസൈഡ് ഇറ്റ്. ജോയിൻ ദിസ് പോയിന്റ് to the vertex and extended each them by half the original length. Join the end points of this line to from another triangle. Prove that the sides of a large triangle of 1.5 times the side of the original triangle. അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ ഒരു സെൻട്രൽ എന്ത് ചെയ്തു? ഒരു പോയിന്റ് ഇട്ടു. പോയിന്റ് ഇൻസൈഡ് ഇറ്റ്. Join the point of the vertex extended of each them half the original of the length. ഇതിന്റെ ലെങ്ത് ഇങ്ങോട്ട് വെർട്ടെക്സിലേക്ക് ഇങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ ഇതാണ് വെർട്ടെക്സ്, ഇതാണ് വെർട്ടെക്സ്. ഇതിലേക്ക് ഇങ്ങോട്ട് യോജിപ്പിച്ചു, ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചു. ഈ ലെങ്ത്തിന്റെ ഹാഫ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ ഈ ലെങ്ത്തിന്റെ ഹാഫ് എടുത്താണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ ഹാഫ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ എക്സ്റ്റെൻഡ് ചെയ്തു ഇങ്ങോട്ടൊരു യോജിപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെ യോജിപ്പിച്ചതാണ് ഈ യെല്ലോ ലൈൻ. അപ്പൊ ഈ യോജിപ്പിച്ച ഈ ലെങ്ത്തും എന്താണ്? 1 ടൈംസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇതിന്റെ 1 ആൻഡ് ഹാഫ് ടൈംസ് ഓഫ് ദി സൈഡ്സ് എന്നാണ്. ഓരോന്നും ഇതിന്റെ 1.5 സൈഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ലെങ്ത് മൊത്തം നോക്കാം.
നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലെങ്ത് മൊത്തം 1 ആണെങ്കിൽ പിന്നെ ഇത് എക്സ്റ്റെൻഡ് എത്രയാണ് 0.5 ആയിരിക്കും. കാരണം എന്താ ഇതിന്റെ ഹാഫ് എടുത്തിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ 1ന്റെ ഹാഫ് ആണ് 0.5. അപ്പൊ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി 1.5 ആണ്. അഥവാ 1.5 ലെങ്ത് ആണ് മൊത്തം ലെങ്ത് ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ 1.5 എന്ന് പറയാം അല്ലെ. ഇതിന്റെ 1.5 എന്ന് കിട്ടുമല്ലോ. അപ്പൊ ഇതും അതേപോലെ തന്നെ ഇത് 1 ആണെങ്കിൽ ഇതിന്റെ 0.5. അപ്പൊ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.5 എന്ന രീതിയിലേക്ക് വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ 1.5. അപ്പൊ ഇവിടെ 1.5 ടൈംസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ട്രയാങ്കിൾ ഞങ്ങൾ ഇത് മാറ്റി വരച്ചു. നമ്മുടെ ഈ സൈഡ്സുകളെല്ലാം എന്താണ് 1.5 ടൈംസ്. അപ്പൊ ഈ ലെങ്ത് 1.5 ലെങ്തിനായതുകൊണ്ട് സൈഡ്സും അതേ 1.5 ടൈംസിലായിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഈ ട്രയാങ്കിളിന് എന്ത് ചെയ്തു എന്നിട്ട് മാറ്റി വരച്ചു. ട്രയാങ്കിളിന് ഈ അല്ലെ പേര് കൊടുത്തു എ ബി സി. ഇനി സെൻട്രലിൽ നിന്ന് പി ക്യു ആർ എന്ന് പേര് കൊടുത്തു. സെന്ററിന് ഒ എന്നും പേര് കൊടുത്തു. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്, അതേ ട്രയാങ്കിൾ ഇവിടെ തന്നെയാണ്, ഒക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഒരാളെടുത്ത് നമ്മൾ പ്രൂവ് ചെയ്താൽ കഴിഞ്ഞാൽ ഈ ആൾക്കും ഈ സൈഡിലും ഒക്കെ എന്താണ് അത് ബാധകമാണ്. അപ്പൊ നമുക്ക് സിമിലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രണ്ടും നമുക്ക് റിസൾട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാം. ഏതൊക്കെ ട്രയാങ്കിൾ? പി ഒ ക്യു എന്ന ട്രയാങ്കിളും എ ഒ ബി എന്ന ട്രയാങ്കിളും എന്ത് ചെയ്തു ഞാൻ കൺസിഡർ ചെയ്തു. അപ്പൊ ട്രയാങ്കിൾ എ ഒ ബി എന്ന ട്രയാങ്കിളും പി ഒ ക്യു എന്ന ട്രയാങ്കിളും ഞാൻ എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ലെങ്ത്തിന്റെ അല്ലെ ഹാഫ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഈ ഒ എ എന്ന ലെങ്ത് 1.5 ടൈംസ് ആയിരിക്കും ഒ ബിയുടെ അല്ലെ. അപ്പൊ എന്ത് പറയണം ഒ എ എന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ അല്ലെ 1/2 ടൈംസ് ആയിരിക്കും ഒ പി. ശരിയല്ലേ? ഇതിന് 1.5 മടങ്ങാണ് ആര് വരുന്നത് ഇങ്ങോട്ട് അല്ലെ. മൊത്തം ലെങ്ത് ആണ് 1.5. അതേപോലെ ഒ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒ ബി ഈക്വൽ ടു 1.5 ടൈംസ് ആയിരിക്കും ഒ ക്യു. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ട്രയാങ്കിളിൽ കോമൺ ആയിട്ടൊരു ആംഗിൾ ഒ ആണ്. അപ്പൊ ആംഗിൾ ഒ എന്ന് പറഞ്ഞാൽ കോമൺ ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അല്ലെ സ്കെയിൽ ഫാക്ടറും ഉണ്ടായിട്ടുണ്ട്, ഇവിടെയും ഒരു സ്കെയിൽ ഫാക്ടർ ഉണ്ട്. ഈ രണ്ട് സ്കെയിൽ ഫാക്ടറും സെയിം ആണ്. എത്രയാണ്? 1.5ഉം പിന്നെ അതിന് ബിറ്റ്വീൻ വരുന്ന ആംഗിളും സെയിം ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും എന്തായി മാറി? സിമിലർ ആയി മാറി. അങ്ങനെയാണെങ്കിൽ സിമിലർ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ സൈഡത്തെ അതേ എന്താവും സ്കെയിൽ ഫാക്ടർ ആയിരിക്കും എ ബിക്കും അത് ബാധകമാകുക അല്ലെ. തേർഡ് സൈഡും അത് ബാധകമാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് എഴുതാം? ദാറ്റ് ഈസ് the since of the change of the two sides of a triangle POQ and triangle AOB is the same, the change of the third side of this triangle will also be the same. അല്ലെ നേരത്തെ പറഞ്ഞ ഇതേ ചേഞ്ച് ആയിരിക്കും തേർഡ് സൈഡും വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ബി ഈക്വൽ ടു അല്ലെ 1/2 പി ക്യു എന്ന് പറയാൻ പറ്റും അല്ലെ. ഇതേപോലെ തന്നെ എ ബിയുടെ 1/2 ടൈം അല്ലെ ടൈംസ് ചെയ്താലാണ് പി ക്യുവിന്റെ ചെയ്ത് കഴിഞ്ഞാണ് എ ബി എന്ന ലെങ്ത് നമുക്ക് കിട്ടുക. അപ്പൊ പി ക്യുടെ 1/2 ടൈംസ് ആണ് ആര് വരുന്നത്? എ ബി. ഇതേ റിസൾട്ട് പറഞ്ഞിവിടെ ബി സി എന്ന് കിട്ടണമെങ്കിൽ 1/2 ക്യു ആർ എന്ന് പറയേണ്ടി വരും. എ സി കിട്ടണമെങ്കിൽ 1/2 പി ആർ എന്ന്. അപ്പൊ ദാറ്റ് ഈസ് എങ്ങനെ നമുക്ക് പറയാം? ലൈക്ക് ദിസ്. നേരത്തെ ചെയ്തപ്പോൾ തന്നെ എങ്ങനെ പറയാം? ബി സി ഈക്വൽ ടു 1/2 ക്യു ആർ. അതേപോലെ എ സി ഈക്വൽ ടു 1/2 പി ആർ എന്ന് പറയാൻ പറ്റി. അപ്പൊ എന്ത് പറയാം നമുക്ക്? That is, all sides of a large triangle are the 1.5 times the sides of the original triangle. ഓരോന്നും ഓരോ സൈഡും ഇപ്പൊ എന്തായി കിട്ടി നമുക്ക് അല്ലെ 1/2 ടൈംസിനാണ് ഇതിവിടെ വരുന്നത് എന്ന് പറഞ്ഞു. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ് നമുക്ക് വീണ്ടും വന്നത്. ഇവിടെ കോട്ലാറ്ററൽ ആയി എന്ന് മാത്രമേ പ്രത്യേകതയുള്ളൂ, ബാക്കി ഒരു മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ഫോർത്ത് ക്വസ്റ്റ്യൻ. The vertex of a quadrilateral are joined to the point of inside if the line are extended by the same scale factor. The end of the line are joined from another quadrilateral.
ഇവിടെ സെയിം സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ 1/2 സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞിരുന്നു, ടൈംസ് എന്ന് പറഞ്ഞു. അവിടെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞു, അല്ലെ 1.5 ടൈംസ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പറഞ്ഞിട്ടേ ഇല്ല, ജനറലി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ അതേപോലെ പോയാൽ മതി. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദി സൈഡ്സ് ഓഫ് എ ടു കട്ട്ലറ്റ് ആൾസോ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. അല്ലെ നേരത്തെ തെളിയിച്ച പോലെ തെളിയിക്കണം. പിന്നെ ഒരു എക്സ്ട്രാ എന്താണ്, പ്രൂവ് ദാറ്റ് ദി ആംഗിൾ ഓഫ് ടു കട്ട്ലറ്റ് ആർ സെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണോ സ്കെയിൽ ഫാക്ടർ ചെയ്തത് അല്ലെ അത് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ എത്രയാണോ സ്കെയിൽ അത് തന്നെയായിരിക്കും ഇവിടെയും വരിക എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സിമിലർ ആണെങ്കിൽ അവിടെ ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് എല്ലാം സെയിം ആണ് നമുക്ക് പറയാനും പറ്റും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പോവുക. അതിനുവേണ്ടി ഈ ക്വാഡ്രിലാറ്ററിന്റെ പേര് കൊടുത്തു ABCD. പിന്നെ പുറത്താവത്തെ PQRS, സെന്ററിൽ എന്ത് കൊടുത്തു O എന്ന് പേര്. അപ്പൊ നമുക്ക് ഇവിടെ ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റുക. ഇതന്നെയാണ് നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇവിടെ തന്നെയാണ്, ഇതേപോലെ തന്നെ എവിടെയും കിട്ടും. അപ്പൊ ഒന്ന് പ്രൂവ് ചെയ്ത ശേഷം ബാക്കി ലൈക്ക് ദിസ് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ട്രയാങ്കിള് AOB എന്ന ട്രയാങ്കിളും POQ എന്ന ട്രയാങ്കിളും എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു. ഇവിടെ നോക്കേണ്ടതാണ്, ഇതിന്റെ സെയിം ഫാക്ടർ മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് ബാക്കി ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, OP നെ എങ്ങനെ മാറ്റി എഴുതാം, K ഇൻറ്റു ഇവിടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, K ആണ്. നേരത്തെ നമ്മള് 1/2 എന്ന് എഴുതി കൊടുത്ത് ഇവിടെ സെയിം സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ എത്ര എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ K എന്നൊരു സ്കെയിൽ ഫാക്ടർ എടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ K കൊണ്ട് എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ OQ യുടെ ലെങ്ത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, OQ ഇൻറ്റു K ഇൻറ്റു OB എന്ന് പറയാൻ പറ്റി അല്ലെ. OQ എന്ന് പറഞ്ഞാൽ K ഇൻറ്റു OB. ഇവിടെ 1/2 ആയിരുന്നു നേരത്തെ നമ്മൾ ചെയ്തത് അല്ലെ ആ ലെങ്ത്. ഇവിടെ ജനറലി പറഞ്ഞപ്പോ K ആയിരുന്നു. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ ആണ് O. അപ്പൊ ആംഗിൾ O ഇസ് എ കോമൺ. അപ്പൊ ഈ രണ്ട് ട്രയാംഗിളും എന്തായി മാറി, സിമിലർ ആയി മാറി അല്ലെ. അപ്പൊ രണ്ട് ആംഗിളും സിമിലർ ആയി മാറി അല്ലെ. ആ രണ്ട് ട്രയാംഗിളും എന്തായി സിമിലർ ആയി മാറി, ട്രയാംഗിൾ OBയും ട്രയാംഗിൾ POQ. അപ്പൊ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാകുന്ന സെയിം സ്കെയിൽ ഫാക്ടറിനായിരിക്കും അല്ലെ, റേഷ്യോനായിരിക്കും ഇവിടെയും വരുന്ന എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ that is since the change of the two sides of a triangle POQ and triangle OP is the same, the change in the third side of this triangle is also by be the same. അപ്പൊ രണ്ട് സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റി ഇതിനെ അല്ലെ, PQ ഈക്വൽ ടു K ഇൻറ്റു AB എന്ന് പറയാൻ പറ്റി അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, PQ എന്ന് പറഞ്ഞാൽ അല്ലെ K ഇൻറ്റു AB. അങ്ങനെയാണെങ്കിൽ QR ന് എങ്ങനെ പറയാൻ പറ്റും, K ഇൻറ്റു BC. SR ന് എങ്ങനെ പറയാൻ പറ്റും, K ഇൻറ്റു DC. PS ന് എങ്ങനെ പറയാൻ പറ്റും, K ഇൻറ്റു AB. അതൊന്ന് എഴുതി വെക്കാം. അപ്പൊ നേരത്തെ നമ്മൾ എഴുതി വരുന്നത് എങ്ങനെയായിരുന്നു, PQ ഈക്വൽ ടു K ഇൻറ്റു AB ആണ്. അപ്പൊ ലൈക്ക് ദിസ്, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തഞ്ഞ് അല്ലെ, QR എന്ന് പറഞ്ഞാൽ ആരുമായിട്ടാണ്, K ഇൻറ്റു BC യുമായി. ഇനി SR എന്ന് പറഞ്ഞാൽ ആരുമായിട്ടാണ്, K ഇൻറ്റു DC ആണ്. അതേപോലെ PS എന്ന് പറഞ്ഞാൽ ആരുമായിട്ടാണ്, K ഇൻറ്റു AD എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്ത് പറയാം, hence the sides of a two quadrilateral are scaled by the same factor എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് സെയിം ഫാക്ടറിൽ നമുക്ക് കണ്ടെത്താം. അപ്പൊ നേരത്തെ നമ്മൾ ട്രയാംഗിൾ ആയിരുന്നു, ഇവിടെ ക്വാഡ്രിലാറ്ററൽ ആയിരുന്നു, മാത്രമേ വ്യത്യാസം. പിന്നെ ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്, ബി ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദി ആംഗിൾ ഓഫ് ദി ടു ക്വാഡ്രിലാറ്ററൽ ആർ സെയിം. ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതേപോലെ ഇവിടെ ഒക്കെ നോക്കാം. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഞാൻ A എന്ന് പേര് കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്തായിരിക്കും, A ആയിരിക്കും. ഇവിടെ B എന്ന് കൊടുത്തു, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും, B ആണ്. ഇവിടെ C എന്ന് കൊടുത്തു, ഇവിടെ എന്തായി, C ആണ്. ഇവിടെ എന്താ കൊടുത്തു, D കൊടുത്തു, ഇവിടെ അടുത്തുണ്ടാവും E കൊടുത്തു, E. ഇവിടെ ഉണ്ടാവുന്ന എന്ത് കൊടുത്തു, F, ഇവിടെ F. അടുത്ത് G കൊടുത്തു, ഇവിടെ G. ഇവിടെ എന്ത് കൊടുത്തു, H കൊടുത്തു, ഇവിടെ എന്താവും, H ആണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ആംഗിൾ A എടുക്കാം. ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ആഡ് ചെയ്യണം. ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം, A പ്ലസ് H. അതേപോലെ ആംഗിൾ P എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം, ഈ ആംഗിളും ഈ ആണ്. അപ്പൊ A പ്ലസ് H എന്ന് പറഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ പിയും തമ്മിൽ എന്തായി, ഈക്വൽ ആയി. ഇനി അതേപോലെ ബിയും ക്യൂവും ചെയ്യണം. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ബിയും സിയും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂവും ആര് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ്, ബിയും സിയും തമ്മിലാണ്. അപ്പൊ ആംഗിൾ ബിയും
ആംഗിൾ ക്യൂവും തമ്മിൽ എന്തായി ഇപ്പോ ഈക്വൽ ആയി. ഇനി ആംഗിൾ സി എടുത്തു. ആംഗിൾ സി ആരുമായിട്ടാണ് ഇയും ഡിയും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ ആരുമായിട്ട് ഈക്വൽ ആണ് സിയും ഡിയുമായിട്ട് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ ആംഗിൾ സിയും ആംഗിൾ ആറും എന്തായി ഈക്വൽ ആയി. അടുത്ത് ആംഗിൾ ഡി ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്തതാണ് എഫും ജിയും തമ്മിലിട്ടാണ്. അപ്പൊ ആംഗിൾ എസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്താണ് എഫും ജിയും ആണ്. അപ്പൊ ആംഗിൾ ഡിയും ആംഗിൾ എസും എന്തായി ഈക്വൽ ആയി. അപ്പൊ എല്ലാ ആംഗിളും എങ്ങനത്തെ ആംഗിൾ തമ്മിൽ ഈക്വൽ ആയി. അപ്പൊ സ്മോൾ ക്വാർട്ടറിലായിട്ടുണ്ടെങ്കിലും ലാർജ് ക്വാർട്ടറിലുണ്ടെങ്കിലും ആംഗിൾസ് ഒക്കെ എന്തായി അല്ലെ ഈക്വൽ ആയി. അപ്പൊ എന്ത് പറയാം ആംഗിൾ എയും ആംഗിൾ പി തമ്മിൽ ഈക്വൽ ആയി, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും തമ്മിൽ ഈക്വൽ ആയി, ആംഗിൾ സിയും ആംഗിൾ ആറും തമ്മിൽ ഈക്വൽ ആയി അല്ലെ, ആംഗിൾ ഡിയും ആംഗിൾ എസും തമ്മിൽ എന്തായി ഈക്വൽ ആയി. അപ്പൊ എന്ത് നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും hence the angle of the two quadrilateral are the same എന്ന് നമുക്ക് പറയാൻ പറ്റി. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം നമ്മുടെ സിമിലർ ട്രയാങ്കിൾസ് ചാപ്റ്ററും എന്തായി കംപ്ലീറ്റ് ആയി.